ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2022 ഒരു സൗത്ത് കൊറിയൻ മിസ്റ്ററി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഐ വാണ്ട് നോ യുവർ പാരൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണിത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു മൂവി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. ക്ലൈമാക്സ് വരെയും ടെസ്റ്റിന് ഒരു കുറവില്ലാത്തൊരു മൂവിയാണ്. അതുകൊണ്ട് അധികം സംസാരിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ തുടക്കത്തിലെ ഒരു വലിയ നദി, അതിലൂടെ ഒരു വള്ളക്കാരൻ മീൻ പിടിക്കാനോ എന്തോ ആണെന്ന് തോന്നുന്നു. അത് രാവിലെ തന്നെ തന്റെ വള്ളം എടുത്തിട്ട് അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ മുന്നിലായിട്ട് എന്തോ ഒരു കാര്യം കിടക്കുന്നത് പോലെ അയാൾ ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് അതൊരു ചെറിയ പയ്യന്റെ ശരീരമാണ്. അത് സ്കൂളിൽ പഠിക്കുന്ന. അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. ആ ഒരു പയ്യൻ ഇതുവരെ മരിച്ചിട്ടില്ല, അവന്റെ ബോധം നഷ്ടപ്പെട്ടാണ് അവൻ കിടക്കുന്നത്. അങ്ങനെ അവിടെ വെച്ചിട്ട് ആ ഒരു സീൻ കട്ട് ചെയ്ത് അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ഒരു വക്കീലിനെ കാണിക്കുകയാണ്. വക്കീൽ എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും വലിയൊരു വക്കീലൊന്നല്ല, കിട്ടുന്ന ചെറിയ ചെറിയ കേസുകളൊക്കെ വാദിച്ചിട്ട് ഒരു വിധത്തിൽ അങ്ങനെ പോകുന്നു. അങ്ങനെ ഇപ്പോഴായാലും ജയിലിലുള്ള തന്റെ ഒരു ക്ലയന്റിനെ കണ്ടിട്ട് നേരെ വെളിയിലേക്ക് വന്നിരിക്കുമ്പോഴത്തേക്കാണ് ഹീറോയുടെ മകൻ പഠിക്കുന്ന ആ ഒരു സ്കൂളിൽ നിന്നും അവിടുത്തെ പ്രിൻസിപ്പൾ ഹീറോയെ വിളിച്ചിട്ട് ഒരു അത്യാവശ്യമുണ്ട്, പെട്ടെന്ന് തന്നെ സ്കൂളിലേക്ക് വരാൻ പറയും. അങ്ങനെ വക്കീലായാലും കാര്യങ്ങളൊന്നും അറിയാതെ നേരെ ആ ഒരു സ്കൂളിലേക്ക് പോകുന്നു. അതുപോലെ വക്കീലിന്റെ മകൻ പഠിക്കുന്ന ആ ഒരു സ്കൂൾ എന്ന് പറഞ്ഞാല് ആ ഒരു ഏരിയയിൽ തന്നെ അത്രയും വലിയൊരു സ്കൂളാണ്. അവിടെയാണ് കൂടുതലായിട്ടും പണക്കാരായിട്ടുള്ള പിള്ളേരെല്ലാം പഠിക്കുന്നത്. അങ്ങനെ ഹീറോ ആയാലും നേരെ ആ ഒരു പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് ഓടി ചെല്ലുന്നതും നമ്മുടെ ഹീറോയെ മാത്രമല്ല അയാൾ വിളിച്ചിട്ടുള്ളത്, ഇതുപോലെ തന്നെ ഒരു 3 കുട്ടികളുടെ പേരൻസിനെയും ആ ഒരു പ്രിൻസിപ്പൾ വിളിച്ചിട്ടുണ്ട്. അതിലൊരാളൊരു ഡോക്ടറും ഒരു കുട്ടിയുടെ മുത്തശ്ശനും മുത്തശ്ശിയാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരാളാണെങ്കിലോ മറ്റൊരാള് അതേ സ്കൂളിലെ തന്നെ ഒരു ഡീനാണ്. അങ്ങനെ എല്ലാവരും വന്നിരുന്നിട്ട് പരസ്പരം മുഖത്തോട് മുഖമെല്ലാം നോക്കാണ്. കാരണം ഇപ്പോ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രിൻസിപ്പൾ ഇവരെല്ലാവരും ഇവിടേക്ക് വിളിച്ചതെന്ന് ആർക്കും അറിയത്തില്ലല്ലോ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു റൂമിലേക്ക് പ്രിൻസിപ്പളും അതേപോലെ തന്നെ ആ ഒരു സ്കൂളിലെ മറ്റൊരു ടീച്ചറും കയറി വരുന്നുണ്ട്. എന്നിട്ടാണ് ഈ ഒരു പ്രിൻസിപ്പൾ എല്ലാവരുടെയും മുന്നിലേക്ക് വന്നിരുന്നിട്ട്, ഓക്കെ, നിങ്ങൾ എല്ലാവരെയും വിളിക്കാനൊരു കാരണമുണ്ട്. കാരണം ഇന്ന് രാവിലെ ഞങ്ങൾക്ക് പോലീസിൽ നിന്ന് ഒരു കോൾ വന്നിരുന്നു എന്നിങ്ങനെ പറയുന്നതും ഇപ്പോൾ നമുക്കായിട്ട് ആ ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കാണിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ആ ഒരു ലേഡി ടീച്ചർ ഉണ്ടല്ലോ, അവർക്ക് രാവിലെ തന്നെ പോലീസിൽ നിന്നും ഇതേപോലെ ഒരു കോൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ അത് യൂണിഫോം തന്നെ ഇട്ടേക്കുന്നത്, ഇതുപോലെ ആ ഒരു പുഴയിൽ നിന്ന് ആ ഒരു പയ്യന്റെ ശരീരം കിട്ടിയെന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടീച്ചറായാലും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ആ ഒരു പയ്യന്റെ പേര് കിം എന്നാണ്. അതുമല്ല, അവൻ ഇത്തിരി സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രിൻസിപ്പളും പറയുന്നുണ്ട് അവന്റെ ജീവനെ ഒരു ഉറപ്പും ഡോക്ടർമാർക്ക് പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കിടക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കേട്ട ആ ഒരു പേരൻസ് ആയാലും, ഓ പാവം സാർ ആ ഒരു പയ്യന്റെ അവസ്ഥ, അല്ല ഈ ഒരു കാര്യം എന്തിനാ ഞങ്ങളോട് പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പ്രിൻസിപ്പൾ പറയുന്നത് ആ ഒരു പയ്യൻ മരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയത്. പക്ഷെ അതിനു മുന്നേ അവനൊരു സൂയിസൈഡ് ലെറ്റർ ഈ ഒരു ടീച്ചറിന് വേണ്ടി എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചർ നേരെ എഴുന്നേറ്റ് ആ ഒരു ലെറ്റർ ഇപ്പോൾ വായിക്കാൻ തുടങ്ങുകയാണ്. അതിൽ എഴുതിയിരിക്കുന്നത് വേറെ ഒന്നുമല്ല, എന്നോടൊപ്പം തന്നെ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന 4 കുട്ടികൾ എന്നെ നല്ലതുപോലെ ഉപദ്രവിക്കുന്നുണ്ട്. അവരുടെ റാഗിങ് സഹിക്കാൻ കഴിയാതെയാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അതും നിങ്ങൾ ആരും ചിന്തിക്കാത്ത രീതിയിലാണ് അവൻ എന്നെ ഉപദ്രവിച്ചിട്ടുള്ളതെന്നും അവരാരൊക്കെയാണെന്നുള്ള പേരുകളും ആ ഒരു ലെറ്ററിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, ആ ഒരു 4 കുട്ടികളുടെ പേരൻസിനെയാണ് ഇപ്പൊ ഈ ഒരു പ്രിൻസിപ്പൾ ഇവിടേക്ക് വിളിച്ചിട്ടുള്ളത്. അതിൽ നമ്മുടെ ഹീറോയും ഉണ്ട്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, അയാളെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ടാണ് പറയുന്നത്, ഓ അപ്പൊ എന്റെ മകന്റെ പേര് എഴുതി വെച്ചെന്ന് പറഞ്ഞിട്ട് എന്റെ മകൻ തെറ്റിയതെന്നാണോ? എന്റെ മകൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല എന്നെല്ലാം അയാളുടെ മകൻ എന്തോ നല്ലവനാണെന്നുള്ള രീതിയിൽ ഇയാൾ പെട്ടെന്ന് ദേഷ്യം സംസാരിക്കാൻ തുടങ്ങും. ഇപ്പൊ ഇവർക്ക് തെളിവായിട്ടുള്ളത് കിം എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ എഴുതിയിട്ടുള്ള ലെറ്റർ മാത്രമാണ്. അതാണ് നമ്മുടെ ടീച്ചറിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇപ്പോഴാണ് നമ്മുടെ ഹീറോ വക്കീലുണ്ടല്ലോ, പുള്ളിക്കാരൻ ഒരു ഐഡിയ എങ്ങനെ ചിന്തിച്ചിട്ട് ആദ്യം ആ ഒരു ലെറ്റർ ആ ഒരു ടീച്ചറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് പ്രിൻസിപ്പലിന്റെ കയ്യിൽ കൊടുക്കണം. അതേപോലെ തന്നെ ഈ ഒരു കാര്യം വെളിയിലുള്ള മറ്റൊരാളും അറിയരുത്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് ബാക്കിയുള്ള പേരൻസിനോട് എല്ലാവരോടും നമ്മുടെ വക്കീൽ പറയാണ്. കാണിക്കുമ്പോഴത്തേക്കും ഇവർ ഈ ഒരു കാര്യം ആ ഒരു പ്രിൻസിപ്പലിനോട് പറഞ്ഞു തോന്നുന്നു. പ്രിൻസിപ്പൽ ആയാലും നമ്മുടെ ടീച്ചറിനെ വിളിച്ചിട്ട്, ദേ സ്കൂളിലെ ഈ ഒരു റൂൾസ് പ്രകാരം കുട്ടികൾ എന്തെങ്കിലും നിങ്ങളുടെ തന്നു കഴിഞ്ഞാൽ അത് നേരെ ഇവിടെ എത്തിക്കണമെന്ന് അറിയത്തില്ലേ, അതുകൊണ്ട് മര്യാദയ്ക്ക് ആ ഒരു ലെറ്റർ ഇങ്ങ് തന്നോ എന്നും പറഞ്ഞിട്ട് ആ ഒരു ലെറ്റർ നമ്മുടെ പ്രിൻസിപ്പൾ വാങ്ങി വെക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വെളിയില് നമ്മുടെ ഡോക്ടർ അവന്റെ മകനെ വിളിച്ച് ആ ഒരു കാറിൽ എടുത്തിട്ടാണ് ചോദിക്കുന്നത്, ഇതുപോലെ നിനക്കെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട്, അത് നീയാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇല്ലച്ച ഞാനൊന്നും അല്ലാതെ ചെയ്തത് എന്ന് സാധാരണ രീതിയിൽ തന്നെ പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ വക്കീലാണെങ്കിലും അവന്റെ മകനെ പിടിച്ചു നിർത്തിയിട്ട്, വക്കീലിന്റെ മകനായാലും സംഭവം ഞാൻ അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ അതുപോലെയൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അച്ഛനതൊന്ന് വിശ്വസിക്കാൻ പോകണ്ടെന്ന് അവനും സാധാരണ രീതിയിൽ തന്നെ പറയാണ്. പക്ഷെ നമ്മുടെ വക്കീലിന് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി പറ്റും. അതുകൊണ്ട് സത്യം അറിയാൻ വേണ്ടി നമ്മുടെ വക്കീലാണെങ്കിൽ നേരെ അവന്റെ മകന്റെ റൂമിലേക്ക് പോവാണ്. അവനിപ്പോ നിന്ന് പഠിക്കുന്നത് ഒരു ഹോസ്റ്റലിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹോസ്റ്റൽ റൂം ഉണ്ടല്ലോ, അതിനകത്തേക്ക് ചെന്നിട്ട്, ഓക്കെ, ഇവിടെ പറയാൻ വിട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ മരിക്കാനായിട്ട് ശ്രമിച്ച കിം എന്ന് പറഞ്ഞ ആ ഒരു പയ്യനും വക്കീലിന്റെ മകനും ഒരേ റൂമിൽ തന്നെയാണ് കഴിയുന്നത്. അങ്ങനെ വക്കീലായാലും ഇപ്പൊ ആരും അറിയാതെ ആ ഒരു റൂമിനകത്തേക്ക് കയറുമ്പോൾ അതിനകത്ത് നേരത്തെ തന്നെ നമ്മുടെ ഡോക്ടർ ഉണ്ടായിരുന്നു. അതുപോലെ ഡോക്ടറിന്റെ കയ്യിലാണെങ്കിൽ കിം എന്ന് പറഞ്ഞ ആ ഒരു പയ്യന്റെ മൊബൈൽ ഫോണും ഉണ്ട്. അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ പരിശോധിക്കുകയാണ്. അതേസമയം ഇവിടെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന നമ്മുടെ ടീച്ചർ ഉണ്ടല്ലോ, ടീച്ചറിന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും ഒരു കോൾ വരുന്നു. ഇതേപോലെ കിം എന്ന് പറഞ്ഞ ആ ഒരു പയ്യന്റെ അമ്മ
ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും കൂടി വരാൻ പറയുമ്പോൾ നമ്മുടെ ടീച്ചർ ആയാലും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അതേസമയം ഇതിന് അടുത്തിരുന്ന മറ്റൊരു പയ്യന്റെ അച്ഛനായിട്ടുള്ള ഡീൻ ഉണ്ടല്ലോ, അയാളായാലും പെട്ടെന്ന് തന്നെ അയാളുടെ ഭാര്യയെ വിളിച്ചിട്ട് ഇതുപോലെ നമ്മുടെ ടീച്ചർ കിം എന്ന് പറഞ്ഞ ഒരു പയ്യനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്, നീയും അവരുടെ പുറകെ പോയിട്ട് അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് അതെല്ലാം അപ്പോഴപ്പോഴും തന്നെ എന്നെ വിളിച്ചറിയിക്കണം എന്നുള്ള രീതിയിൽ അയാളുടെ ഭാര്യയെ അവിടേക്ക് പറഞ്ഞു വിടുന്നു. ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോഴത്തേക്കും കിം എന്ന് പറഞ്ഞ ഒരു പയ്യന്റെ അമ്മ അവനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു. അതുമല്ല അവൻ മരിക്കാറായിട്ടുള്ള ഒരു അവസ്ഥയിൽ കിടക്കാണ്. ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോഴത്തേക്ക് ഏതൊരു അമ്മയ്ക്കും അത് സഹിക്കാൻ കഴിയത്തില്ല. അവരായാലും അവിടെ നിന്ന് നല്ലതുപോലെ കരയുന്നുണ്ട്. അതേസമയം വെളിയിൽ നമ്മുടെ ടീച്ചർ അവിടെ ഒരു പോലീസ് ഓഫീസറിനെ കണ്ടിട്ട് സാർ എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു കേസിൽ ആക്ഷൻ എടുക്കാൻ പോകുന്നേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പോലീസുകാരൻ പറയുന്നത് എന്ത് ആക്ഷൻ എടുക്കാനോ. ഈ ഒരു പയ്യന്റെ കാര്യത്തിൽ അതിത്തിരി ഡൗട്ടാണ്. കാരണം ഇതിനു മുന്നേ തന്നെ ആ ഒരു പയ്യൻ ഒരു 4-5 തവണ അവന്റെ കൈ മുറിച്ചിട്ട് സൂയിസൈഡ് ചെയ്താണ്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള ഒരുപാട് പാടുകളും അവന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ ചെയ്യേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ സ്റ്റുഡന്റ് ഇനി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാതെ നോക്കുക എന്നുള്ള രീതിയിൽ ആ ഒരു പോലീസുകാരൻ പറഞ്ഞിട്ട് അയാൾ സാധാരണ രീതിയിൽ അങ്ങ് പോവുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഒരു കാര്യം ഡീനിന്റെ ഭാര്യയാണല്ലോ, അവരൊരു കാറിലിരുന്ന് എല്ലാ കാര്യങ്ങളും കേട്ട് ആ ഒരു ഡീനിനോട് ഈ ഒരു കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ ടീച്ചറിനാണെങ്കിലോ ഈ ഒരു പോലീസുകാരൻ ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നുള്ള ആ ഒരു വിഷമം ടീച്ചറിന് നല്ലതുപോലെ തന്നെയുണ്ട്. അതുകൊണ്ട് ഈ ഒരു കേസ് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. അപ്പോഴാണ് നമ്മുടെ ടീച്ചറിന് ഒരു ഐഡിയ, വേറൊന്നുമല്ല, ഈ ഒരു കിം എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ താമസിക്കുന്ന ആ ഒരു ഹോസ്റ്റൽ ഉണ്ടല്ലോ, അത് ഈ ഒരു സ്കൂളിന് അടുത്തായിട്ട് തന്നെയാണ് ഉള്ളത്. അതുപോലെ നമ്മുടെ ടീച്ചർ ആണെങ്കിൽ എപ്പോഴും അവളുടെ കാറ് അവിടെയാണ് പാർക്ക് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ തന്റെ കാറിന്റെ ഡാഷ് ക്യാമിൽ അവരെ പറ്റിയുള്ള എന്തെങ്കിലും കാര്യം പതിഞ്ഞോ ഇല്ലേ എന്നറിയാൻ വേണ്ടി അതിൽ റെക്കോർഡ്സ് എല്ലാം എടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അതിൽ കുറച്ച് കാര്യങ്ങൾ റെക്കോർഡ് ആയിട്ടുണ്ട്. കിം എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ ഹോസ്റ്റൽ വിട്ട് 2 മണിക്ക് വെളിയിലേക്ക് ഇറങ്ങിനെ പോകുന്നതും ഈ ഒരു കാര്യം ഹോസ്റ്റലിലുള്ള വക്കീലിന്റെ മകനുണ്ടല്ലോ ജനാല വഴി കാണുന്നതുമാണ്. അതേസമയം മറ്റൊരിടത്ത് നമ്മുടെ ഡോക്ടറും അതേപോലെ തന്നെ വക്കീലും കിം എന്ന് പറഞ്ഞ ആ ഒരു പയ്യന്റെ ഫോൺ കിട്ടിയിരുന്നല്ലോ, അതും കൊണ്ട് നേരെ ഒരു മൊബൈൽ ഷോപ്പിലേക്ക് വരാണ്. വേറൊന്നുമല്ല, ആ ഒരു ഫോൺ ഇപ്പോൾ ലോക്കാണ്. അത് അൺലോക്ക് ചെയ്താൽ മാത്രമേ അതിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഒരു ഷോപ്പിലേക്ക് വന്നിട്ട് ഫോണും കൊടുത്ത് അതൊരു വിധത്തിൽ അൺലോക്ക് ആക്കി എടുത്ത് നമ്മുടെ വക്കീൽ ഇപ്പോൾ ആ ഒരു ഫോൺ എടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്കും വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ചാറ്റ് ഉണ്ട്. അതിൽ നമ്മുടെ വക്കീലിന്റെ മകനല്ലാതെ ബാക്കി 3 പിള്ളേരുണ്ടല്ലോ, അവർ 3 പേരും കിം എന്ന് പറഞ്ഞ ആ ഒരു പയ്യനോട് വളരെ മോശമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട്. അതുമല്ലാതെ അതിലൊരു വീഡിയോയും, അതെന്താണെന്ന് വെച്ചാൽ കിം എന്ന് പറഞ്ഞ ആ ഒരു പയ്യനെ ബാക്കിയുള്ള 3 പിള്ളേരും കൂടി ചേർന്ന് അവന്റെ ഡ്രസ്സെല്ലാം അഴിച്ചു മാറ്റി ന്യൂഡാക്കി നിർത്തിയിട്ട് അവൻ ഉപദ്രവിക്കുന്നത് പോലുള്ള ഒരു വീഡിയോയും ആ ഒരു ഫോണിലുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ആരാണെന്ന് വെച്ചാല് വക്കീലിന്റെ മകൻ. അതുപോലെ ഇപ്പോൾ നമുക്ക് കാണിച്ചു തരുമ്പോഴത്തേക്കും വക്കീലിന്റെ മകന്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനോട് അവന് വലിയ താല്പര്യമൊന്നുമില്ലാന്ന്. കാരണം അതുപോലെയാണ് അവന്റെ മുഖം ഇരിക്കുന്നത്, ബാക്കിയുള്ള പിള്ളേര് പറഞ്ഞു ചെയ്യിക്കുന്നത് പോലെ. അങ്ങനെ ഈ ഒരു വീഡിയോ ആ ഒരു കുട്ടികളുടെ എല്ലാ പേരൻസിനെയും കാണിച്ചിട്ട് ഇപ്പൊ അവർക്ക് എല്ലാവർക്കും മനസ്സിലായി അവരുടെ കുട്ടികൾ തന്നെയാണ് ഇതുപോലെ ആ ഒരു പയ്യനെ ഉപദ്രവിച്ചിട്ടുള്ളതെന്നും അത് കാരണമാണ് ആ ഒരു പയ്യൻ മരിക്കാനായിട്ട് പോയതെന്നും. അതുപോലെ ഈ ഒരു വീഡിയോ വല്ല ലീക്കായി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് അത് വലിയ പ്രശ്നമായിരിക്കും, നമ്മളെ കൊണ്ട് തന്നെ അവരെ രക്ഷിക്കാൻ പോലും കഴിയത്തില്ല. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഈ ഒരു പാരന്റ്സ് എല്ലാം കൂടി ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ ആ ഒരു ഡീൻ ഉണ്ടല്ലോ, അയാൾ കുറച്ച് വില്ലനാണെന്ന് തോന്നുന്നു. അയാൾ ഇപ്പോൾ ഒറ്റയ്ക്ക് ആ ഒരു പ്രിൻസിപ്പളിന്റെ വീട്ടിലേക്ക് പോയിട്ട് കിം എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ എഴുതിയ ലെറ്റർ നിങ്ങളുടെ കയ്യിലാണ് ഉള്ളതെന്ന് എനിക്കറിയാം, അതുകൊണ്ട് സാർ മര്യാദയ്ക്ക് ആ ഒരു ലെറ്റർ എനിക്ക് തരണം, ഇല്ലാന്നുണ്ടെങ്കിൽ കോളേജ് ഫണ്ടിൽ നിന്നും നിങ്ങളുടെ വീട് കെട്ടാൻ വേണ്ടി പണം എടുത്ത കാര്യം ഞാൻ എന്തായാലും പുറത്തറിയിക്കും എന്നുള്ള രീതിയിൽ ആ ഒരു പ്രിൻസിപ്പളിനെ ഇപ്പൊ അയാൾ ഭീഷണിപ്പെടുത്താണ്. അതേസമയം ഇവിടെ വീട്ടിലെ നമ്മുടെ വക്കീല് ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കാണ് കിമ്മിന്റെ ഫോൺ ഉള്ളത് വക്കീലിന്റെ കയ്യിലാണ്. ആ ഒരു ഫോണിലേക്ക് ജീഹോ എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ് ഇപ്പോൾ വിളിക്കുന്നു. അപ്പോൾ വക്കീലായാലും ഫോൺ എടുത്ത് വെച്ചിട്ട് ഈ ഒരു ഫോൺ എടുക്കണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് ഒരു കോൾ അങ്ങ് കട്ടാവുകയാണ്. അതുപോലെ ആ ഒരു സമയത്ത് തന്നെ വാട്സാപ്പിൽ മെസ്സേജും വരുന്നുണ്ട്. ആ ഒരു പെണ്ണ് തന്നെയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എന്താണ് എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് ഹേയ് കിം, ഇപ്പൊ നിനക്ക് ഓക്കെയാണോ? ഏതോ 3 പയ്യന്മാര് നിന്നെ ടോർച്ചർ ചെയ്തെന്ന് കേട്ടു, നീ ഇപ്പൊ ഓക്കെയാണോ എന്നുള്ള രീതിയിൽ മെസ്സേജ് അയച്ചേക്കാണ്. ഇപ്പൊ ഇതുകൂടി കാണുന്നത് നമ്മുടെ വക്കീല് നല്ലതുപോലെ ഷോക്ക് ആവുന്നുണ്ട്. കാരണം ഈ ഒരു കാര്യം വേറൊരാൾക്കും അറിയാം. ഇപ്പൊ പുതുതായിട്ട് ഓരോരുത്തർ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും സെറ്റിൽ ചെയ്യാന്നുള്ളത് വളരെ പാടുള്ള കാര്യമാണ്. അതേസമയം ഇവിടെ ആ ഒരു ഡോക്ടർ എന്ത് ചെയ്തെന്നറിയോ? ഇപ്പൊ കിം എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇവരുടെ കുട്ടികൾക്ക് തന്നെയാണ് അത് വലിയ പ്രശ്നം. അതുകൊണ്ട് അവനെ മരിക്കാതെ രക്ഷപ്പെടുത്തണം. അതുപോലെ ഇവൻ വാതുറന്ന് എന്തെങ്കിലും സംസാരിച്ചാലും ഇവർക്ക് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ട് ഈ ഒരു ഡോക്ടർ അയാളുടെ ഹോസ്പിറ്റലിലേക്ക് ഈ ഒരു പയ്യനെ കൊണ്ടുപോയിട്ട് അയാളായിട്ട് പോയി ട്രീറ്റ്മെന്റ് ചെയ്യാണ്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊന്നും അറിയാതെ നമ്മുടെ ടീച്ചർ ഉണ്ടല്ലോ കിമ്മിനെ കാണാൻ വേണ്ടി ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അവൻ അവിടെ ഇല്ല. എന്താണ് സംഭവിക്കുന്നത് അവർക്ക് അറിയത്തില്ല. അപ്പൊ ടീച്ചർ ആയാലും അത് കഴിഞ്ഞ് കിമ്മിന്റെ വീട്ടിലേക്ക് ചെന്ന് തിരക്കുമ്പോഴത്തേക്കും ആ ഒരു വീടും പൂട്ടിയിട്ടേക്കാണ്. ഷെടാ ഇവരെവിടെ പോയെന്നും പറഞ്ഞിട്ട് ടീച്ചർ ആ ഒരു വീടിനുള്ളിലേക്ക് എന്തോ ഒരു ശബ്ദം കേട്ട് നോക്കുമ്പോഴത്തേക്കാണ് ഓറഞ്ച് കളർ ജാക്കറ്റ് ഇട്ട ഒരു പെണ്ണ് ഈ ഒരു വീടിനകത്ത് നിന്ന് ജനാല വഴി താഴേക്കിറങ്ങി അങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ ടീച്ചർ എന്താ ചെയ്യുന്ന വെച്ചാൽ അത് ആരാണെന്ന് അറിയണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു പെണ്ണിന്റെ പുറകെ തന്നെ ഓടുന്നുണ്ട്. പക്ഷെ ഒരുപാട് ദൂരം ഓടിയിട്ട് നമ്മുടെ ടീച്ചറിന് ആ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ആ ഒരു പെണ്ണായാലും ഇപ്പോ എന്നെ എന്തായാലും ആരും കണ്ടില്ല എന്നും പറഞ്ഞിട്ട് അവള് തിരിച്ച് അവളുടെ ഫ്ലാറ്റിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടെ നമ്മുടെ ഡോക്ടറും ഹീറോയും നേരത്തെ തന്നെ വന്ന് നിൽക്കുന്നു. അപ്പൊ ഈ ഒരു പെണ്ണ് വേറെ ആരുമല്ല, ജീഹോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിമ്മിന് മെസ്സേജ് അയച്ചല്ലോ, ആ ഒരു പെണ്ണാണിത്. കിമ്മിന് നടന്ന ആ ഒരു കാര്യം അറിയാവുന്നത് അടുത്തത് ഈ ഒരു പെണ്ണാണ്.
അങ്ങനെ ഇവര് രണ്ടുപേരും നമ്മുടെ ഡോക്ടറും വക്കീലും ആ ഒരു പെണ്ണിനെ തനിയെ കൊണ്ടുപോയിട്ട് അവളോട് ചോദിക്കാണ്, ഓക്കെ കിമ്മിന് എന്താ സംഭവിച്ചത്? അതുപോലെ നമ്മുടെ വക്കീലാണെങ്കിൽ പ്രത്യേകം, ഞാനാണ് അവന് വേണ്ടി കേസ് വാദിക്കുന്നത്, നീ ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവനെ നീതി വാങ്ങിക്കൊടുക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നീ ഞങ്ങളോട് പറയുമ്പോൾ ജീഹോ ആയാലും നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. കിമ്മിനെ എനിക്ക് കുറച്ച് നാളായിട്ട് അറിയാം, കാരണം അവൻ എന്റെ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. ഒരു ദിവസം ലിഫ്റ്റിൽ വെച്ച് ഞാൻ അവനെ കണ്ടിരുന്നു, നല്ല വിഷമത്തിലിരിക്കുമായിരുന്നു. എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ അത്ര നല്ലതുപോലെ എന്നോടൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ ഒരു ദിവസം അവനെ കാണാൻ വേണ്ടി അവന്റെ റൂമിലേക്ക് ഞാൻ ചെന്നിരുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഒരു 3 പയ്യന്മാര് അവന്റെ കഴുത്തിൽ ഒരു ബെൽറ്റ് എല്ലാം കെട്ടിട്ട് ഒരു നായനെ പോലെ ആ ഒരു രീതിയിൽ അവനെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. അതുമല്ലാതെ അവനെ പിടിച്ചു വെച്ച് അവർ 3 പേരും കൂടി ചേർന്നിട്ട് ഒരു കത്തി ഉപയോഗിച്ച് അവന്റെ കയ്യിൽ മുറിവൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഈ ഒരു കാര്യങ്ങളെ നമുക്കിപ്പോൾ കാണിച്ചു തരികയാണ്. അപ്പൊ സത്യത്തിൽ ജീവ പറഞ്ഞത് അവിടെ 3 പേരെ കണ്ടിട്ടുള്ളതാണ്, പക്ഷെ അവിടെ 4 പേരുണ്ടായിരുന്നു. കാരണം ആ ഒരു കാര്യങ്ങളെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്തത് നമ്മുടെ വക്കീലിന്റെ മകനാണ്. അതുപോലെ അവന്റെ ഫേസ് ഇപ്പോഴും കാണുമ്പോഴത്തേക്കും അവൻ എന്തോ ഇതിൽ താല്പര്യമില്ലാത്തതുപോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ ജിയോ കണ്ടത് ഈ 3 പേരെയാണല്ലോ. ഈ ഒരു കാര്യം മനസ്സിലാക്കുമ്പോഴത്തേക്കും നമ്മുടെ വക്കീലിനെ കുറച്ച് സമാധാനം ആവുന്നുണ്ട്. കാരണം തന്റെ മകനെ എന്തായാലും ആ ഒരു പെണ്ണ് കണ്ടില്ലല്ലോ. അപ്പോഴേക്കാണ് ഈ ഒരു കാര്യം കേട്ടത് നമ്മുടെ ഡോക്ടർ ആ ഒരു പെണ്ണോട് പറയും, ഓക്കെ ഈ ഒരു കാര്യം നീ വേറെ ആരോടും പറയരുത്, നിനക്ക് എത്ര പണം വേണമെങ്കിലും തരാം എന്നും പറഞ്ഞിട്ട് കുറച്ച് പണം ആ ഒരു പെണ്ണിന്റെ കയ്യിൽ വെച്ച് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അത് ഈ സമയം തന്നെ നമ്മുടെ ടീച്ചർ ഉണ്ടല്ലോ ഈ ഒരു സ്കൂളിൽ നിന്ന് ജോലി രാജിവെച്ച് പുറത്തു പോകാണെന്ന് പറയുന്നതും, നമ്മുടെ ടീച്ചർ ഇവിടെ ടെമ്പററി ആയിട്ടാണ് ജോലി ചെയ്തിരുന്നത്. പക്ഷെ ഇവള് പുറത്തു പോയി കഴിഞ്ഞാൽ ഈ ഒരു കാര്യം വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ ടീച്ചറിന് ഈ ഒരു സ്കൂളിൽ നിർത്താൻ വേണ്ടി പെർമനന്റ് ആയിട്ട് തന്നെ ടീച്ചറിന് ആ ഒരു സ്കൂളിൽ ഒരു ജോലി കൊടുക്കാണ്. അതുകൊണ്ട് എന്തായാലും ടീച്ചർ അവിടെ നിന്ന് പോകത്തില്ല. അതും കൂടാതെ ഈ ഒരു കാര്യമെല്ലാം ആ ഒരു ടീച്ചറിന്റെ അമ്മയോടും വിളിച്ചു പറയും. ഇതെല്ലാം ചെയ്യുന്നത് വേറെ ആരുമില്ല, ഡീൻ എന്ന് പറഞ്ഞിട്ട് അയാളുണ്ടല്ലോ ആ ഒരാളാണ്. അതേസമയം ഇവിടെ ആശുപത്രിയിൽ കാണിക്കുമ്പോഴത്തേക്കും കിം എന്ന് പറഞ്ഞ ആ ഒരു പയ്യന്റെ അവസ്ഥ കുറച്ച് മോശമായിട്ട് വരികയാണ്. അവന്റെ ഹാർട്ട് ബീറ്റ് ആണെങ്കിൽ കുറയുന്നുണ്ട്. ബാക്കി എല്ലാവരും വന്ന് അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. നമ്മുടെ ഡോക്ടറും വന്നിട്ട് അവനെ രക്ഷപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു പയ്യൻ അവിടെ വെച്ച് മരിക്കുകയാണ്. അങ്ങനെ കിം മരിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു 4 പേരൻസിനും ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവരുടെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവര് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് ഇവിടെ കിം എന്ന് പറഞ്ഞ ആ ഒരു പയ്യന്റെ ഫ്യൂണറൽ നടക്കുകയാണ്. ഇവിടെ കിമ്മിന്റെ അമ്മയാണെങ്കിലോ തന്റെ ഒരേ ഒരു മകനാണ്, അവൻ മരിച്ചത് കൊണ്ട് തന്നെ അവർ നല്ലതുപോലെ ഇരുന്ന് കരയുമ്പോഴത്തേക്കും നമ്മുടെ ടീച്ചറും അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവൻ എഴുതിയ ആ ഒരു ലെറ്റർ ഉണ്ടല്ലോ അതിനെപ്പറ്റി ആ ഒരു അമ്മയോട് പറയുന്നുണ്ട്. ഇത്രയും നാളെ ആ ഒരു അമ്മ വിചാരിച്ചിരുന്നത് അവരുടെ മകൻ വേറെ എന്തോ ഒരു കാരണം കൊണ്ടാണ് സൂയിസൈഡ് ചെയ്തത് എന്നാണ്. പക്ഷെ ഈ ഒരു കാര്യം കൂടി അറിയുമ്പോഴത്തേക്കും അവരെന്തോരം വിഷമിക്കും. അതുമല്ല ഇവിടെ ആ ഒരു പേരൻസിനെ കാണിക്കുമ്പോൾ അവരുടെ മക്കളെല്ലാം അത്രയും നല്ലവന്മാരാണെന്ന് കാണിക്കാൻ വേണ്ടി കിമ്മിന്റെ ആ ഒരു ഫ്യൂണറൽ ഉണ്ടല്ലോ അതിലേക്ക് എല്ലാവരെയും കൊണ്ടുവരാണ്. അങ്ങനെ വിളിച്ചോണ്ട് പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ വക്കീലിന്റെ മകന്റെ കയ്യിൽ ഒരു ഡ്രോൺ ഇരിക്കുന്നു. അപ്പോൾ വക്കീൽ ചോദിക്കും, അല്ല ഈ ഒരു ഡ്രോൺ ആരുടേതാ, ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതെനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഒരാൾ തന്നതാണ് എന്നുള്ള രീതിയിൽ അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വക്കീൽ അത് വലിയ കാര്യമാക്കുന്നില്ല. അതേസമയം കിമ്മിന്റെ അമ്മയ്ക്ക് ആ ഒരു ലെറ്ററിനെ പറ്റി അറിഞ്ഞതുകൊണ്ട് തന്നെ നേരെ പോലീസിലേക്ക് പോയിട്ട് ഒരു കംപ്ലൈന്റ് അങ്ങ് ഫയൽ ചെയ്യും. അതേസമയം ഇവിടെ നമ്മുടെ വക്കീലിന്റെ മകനെ വിളിച്ചിട്ട് അവനോട് ചോദിക്കും, നീ ആ ഒരു പയ്യൻ എന്താ ചെയ്തേ എന്നെല്ലാം പറഞ്ഞിട്ട് അവന് വഴക്ക് പറയുമ്പോഴത്തേക്കും അവൻ പറയുന്നത്, ഇല്ലച്ച ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, അത് സത്യം തന്നെയാണ്, പക്ഷെ ഞാൻ അവനെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്തില്ല എന്ന് ഇവന് കരഞ്ഞുകൊണ്ട് പറയാണ്. പ്ലീസ് അച്ഛാ, അച്ഛനെങ്കിലും എന്നെ വിശ്വസിക്കണമെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ വക്കീലിനായാലും ഇപ്പോൾ തന്റെ മകൻ ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള രീതിയിലെങ്കിലും ഒരു ആശ്വാസമുണ്ട്. അതേസമയം ഇവിടെ ഫ്യൂണറൽ നടക്കുന്ന ആ ഒരു സ്ഥലത്ത് കാണിക്കുമ്പോഴത്തേക്കും കിമ്മിനെ പഠിപ്പിച്ച ഒരു പഴയ ടീച്ചർ അവിടേക്ക് വരികയാണ്. ഈ ഒരു ടീച്ചറിനെ ഇവിടേക്ക് വിളിച്ചത് വേറെ ആരുമല്ല, നമ്മുടെ പുതിയ ടീച്ചർ ഉണ്ടല്ലോ പുള്ളിക്കാരി തന്നെയാണ്. കാരണം കിമ്മിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ടീച്ചർ കിമ്മിനെ പറ്റിയുള്ള ഒരു കാര്യം പറയുന്നത്. ഇപ്പൊ നമ്മുടെ വക്കീലിന്റെ മകനും അതേപോലെ തന്നെ കിമ്മും ഒരേ റൂംമേറ്റ്സ് ആണല്ലോ. എന്ത് തന്നെ അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയാലും ഇവർ തമ്മിൽ ഇടയ്ക്ക് വലിയൊരു വഴക്കുണ്ടായിരുന്നു. അതില് വക്കീലിന്റെ മകനാണെങ്കിലോ കിമ്മിനെ നല്ലതുപോലെ പുറത്തിട്ട് ഇങ്ങനെ അടിക്കുകയും ചെയ്തു. അപ്പൊ ഇത് മനസ്സിലാക്കിയ നമ്മുടെ ടീച്ചറിനാണെങ്കിലോ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അവർക്കും ഒന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് 2-3 മാസങ്ങൾ കഴിയാണ്. ഈ ഒരു കേസിനിപ്പോ വലിയ അന്വേഷണമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ ഒരു കേസ് പതിയെ മങ്ങി പോവാണ്. ആ ഒരു സമയത്താണെങ്കിലോ മറ്റുള്ള കുട്ടികളുടെ പേരൻസ് ഉണ്ടല്ലോ അവരാണെങ്കിൽ ഇനി തന്റെ മക്കൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല എന്നുള്ള രീതിയിൽ അവരും നല്ല സന്തോഷത്തോടെ തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമ്മുടെ ടീച്ചർ ഒരു കാര്യം ചെയ്യുന്നത്. ഈ ഒരു കേസ് ഒരിക്കലും ഇല്ലാണ്ടായി പോകരുത്, അതുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം ഒരു വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് അതൊരു സോഷ്യൽ മീഡിയയിൽ അപ്ലോഡും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഈ ഒരു കേസിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയുന്നതും ഈ ഒരു കേസ് വീണ്ടും പോലീസ് എടുത്ത് അന്വേഷിക്കാൻ തുടങ്ങാണ്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളിൽ അറിഞ്ഞ് നമ്മുടെ വക്കീല് ഇപ്പോൾ പുതിയൊരു പ്ലാനിങ്ങിന് ഇടാണ്. വേറൊന്നുമല്ല, ആ ഒരു ടീച്ചർ അവരുടെ സ്കൂളിലെ അവരുടെ ജോലി പെർമനന്റ് ആക്കിയിടാനായിട്ട് പ്രിൻസിപ്പളിനോട് പറഞ്ഞു. പക്ഷെ പ്രിൻസിപ്പൾ അതിന് സമ്മതിച്ചില്ല. അത് കാരണം അവർ ഈ ഒരു വീഡിയോ ലീക്കാക്കി വിട്ടു, അതും അവരുടെ സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ ആ ഒരു കേസ് നേരെ തിരിച്ച് ടീച്ചറിന്റെ തലയിൽ കൊണ്ടിടുകയാണ്. കാരണം ഇല്ലാത്തൊരു കേസ് ഉണ്ടാക്കി തീർക്കാം എന്നുള്ള രീതിയിൽ. പക്ഷെ എന്തൊക്കെയായാലും ഈ ഒരു 4 കുട്ടികളെ വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളെയും വിളിച്ചിട്ട് അവരുടെ പേരൻസ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ ആ ഒരു 3 കുട്ടികളുണ്ടല്ലോ
അവരും അവരുടെ പേരൻസും പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കും നമ്മുടെ വക്കീലിന്റെ മകനും ഇപ്പോഴാണ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. അങ്ങനെ ഇവര് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടറിന്റെ മകനെയും കൂട്ടി വെളിയിലേക്ക് വരികയാണ്. അപ്പോൾ വക്കീൽ ചോദിക്കുന്നുണ്ട്, അല്ല എന്തു പറ്റി, പോലീസ് എന്താ ചോദിച്ചേ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇവർ അധികം ഒന്നും മിണ്ടാതെ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. അതൊരു പ്രത്യേക അഹങ്കാരത്തോടെ വക്കീലിനാണെങ്കിൽ എന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ല. അങ്ങനെ വക്കീല് തന്റെ മകനെയും കൂട്ടി അങ്ങനെ ഇവർ രണ്ടുപേരും ഇൻവെസ്റ്റിഗേഷൻ റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് കാര്യം മനസ്സിലാവുന്നത്. ബാക്കിയുള്ള 3 കുട്ടികളുണ്ടല്ലോ, അവന്മാര് 3 കേസ് മുഴുവനും നമ്മുടെ വക്കീലിന്റെ മകന്റെ തലയിലേക്ക് ഇട്ടിട്ട് അവര് 3 പേരും നൈസായിട്ട് എസ്കേപ്പ് ആയി. അതുകൊണ്ട് ഇപ്പോൾ കുറ്റം മുഴുവനായിട്ടും വക്കീലിന്റെ മകനാണ്. നമ്മുടെ വക്കീലാണെങ്കിലോ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. വക്കീൽ കണ്ടുപിടിച്ച ആ ഒരു തെളിവും കാര്യങ്ങളെല്ലാം പോലീസിന്റെ മുന്നിൽ നിരത്തി വെച്ചിട്ട് തന്റെ മകൻ തെറ്റുകാരനല്ല എന്നെല്ലാം പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞിട്ടും അവർ അതൊന്നും കേൾക്കാൻ തയ്യാറല്ല. അതേസമയമാണ് ജിയോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടി ഇവിടേക്ക് വരുന്നു. അവളെ കൊണ്ടുവരുന്നത് മറ്റൊരു പയ്യന്റെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ചേർന്നിട്ടാണ്. അങ്ങനെ ആ ഒരു പെണ്ണകത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ വക്കീല് ഓടി അവളുടെ അടുത്ത് ചെന്നിട്ട്, മോളെ നിനക്കറിയാലോ എന്താ സംഭവിച്ചതെന്ന്, അതെല്ലാം ഇവരോട് പറയാനായിട്ട് പറയുമ്പോൾ ആ ഒരു പെണ്ണ് ആ ഒരു അപ്പൂപ്പനമ്മയുണ്ടല്ലോ അവരെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നെന്ന് തോന്നുന്നു. അവളിപ്പോ നമ്മുടെ വക്കീലിനെതിരായിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. അതുകൊണ്ട് തന്നെ വക്കീലിന്റെ മകൻ തന്നെയാണ് തെറ്റ് ചെയ്തത്, അവൻ കാരണമാണ് ആ ഒരു പയ്യൻ മരിച്ചത് എന്നുള്ള രീതിയിലാക്കിയിട്ട് ഇപ്പൊ പോലീസ് ആ ഒരു പയ്യനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. അവനാണെങ്കിലും പറയുന്നുണ്ട്, അച്ഛാ പ്ലീസ് ഞാനില്ല, എന്നെ എങ്ങനെയും രക്ഷിക്ക് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും നമ്മുടെ വക്കീലിനോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഇവരെല്ലാവരും വക്കീലിന്റെ മകന്റെ എതിരെ തിരിഞ്ഞതുകൊണ്ട് ഇവർക്കാണെങ്കിൽ ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. അതേ സമയം തന്നെ കാണിക്കുമ്പോഴത്തേക്കും മറ്റൊരിടത്ത് ആ ഒരു ഡോക്ടർ, ഡീൻ, ഒരു പയ്യന്റെ മുത്തശ്ശനുണ്ടല്ലോ, ഇവര് 3 പേരും കൂടി ചേർന്നിട്ട് ആ ഒരു കിം എന്ന് പറഞ്ഞ പയ്യൻ എഴുതിയ ലെറ്റർ അതിങ്ങനെ കത്തിച്ചു കളയാണ്. ഇവിടെ നമ്മുടെ വക്കീലാണെങ്കിലോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം കൂടെ ഉണ്ടായിരുന്ന ആ ഒരു 3 പേരൻസും വക്കീലിനെ ചതിച്ചു. അതേപോലെ തന്നെ തന്റെ മകനെ രക്ഷിക്കാൻ കഴിയത്തില്ല എന്നുള്ള ആ ഒരു വിഷമമുണ്ട്. അങ്ങനെ നമ്മുടെ വക്കീലായാലും കിം എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ ഒരു മലയുടെ മുകളിൽ നിന്നാണ് ആ ഒരു പുഴയിലേക്ക് ചാടിയിട്ടുള്ളത്. ആ ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ട് കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ച് അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടെ ചെറിയൊരു ഷോപ്പുണ്ട്. ഓക്കെ, അവിടെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം അറിയാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മുടെ വക്കീലാണെങ്കിലോ കിമ്മിന്റെയും അതേപോലെ തന്നെ തന്റെ മകന്റെ ഫോട്ടോ അതുകൊണ്ടുവന്ന് അവിടെയുള്ള ലേഡിയുടെ കാണിച്ചിട്ട്, ഇവരെ നിങ്ങൾക്ക് അറിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു സ്ത്രീ പറയുന്നത്, ഈ ഒരു പയ്യനെ എനിക്കറിയാലോ, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഷോപ്പിലേക്ക് വരും. പക്ഷെ വരുന്ന സമയത്തെല്ലാം അവന്റെ മുഖത്ത് നല്ലതുപോലെ അടികൊണ്ട പാടുകള്, നല്ലതുപോലെ വീങ്ങിയല്ലായിരിക്കും എന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കിമ്മിനെ പറ്റിയല്ല പറയുന്നത്, പകരം നമ്മുടെ വക്കീലിന്റെ മകനെ പറ്റിയാണ് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ്. നമ്മുടെ വക്കീലിന്റെ മകന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആ ഒരു സമയത്ത് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കിപ്പോൾ കാണിച്ചു തരികയാണ്. എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കും കിമ്മും നമ്മുടെ വക്കീലിന്റെ മകനുണ്ടല്ലോ, ഇവര് രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അതുപോലെ വക്കീലിന്റെ മകന്റെ ബർത്ത്ഡേ ദിവസമായിട്ട് ഇവര് രണ്ടുപേരും കേക്ക് എല്ലാം കൊണ്ടുവന്ന് നല്ലതുപോലെ തന്നെ അത് സെലിബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു 3 പയ്യന്മാരുണ്ടല്ലോ, അവന്മാര് മനഃപൂർവ്വം ഇവിടേക്ക് വന്ന് നമ്മുടെ വക്കീലിന്റെ മകനെ നല്ലതുപോലെ അടിക്കും. ഈ ഒരു കാര്യം കിം എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ കുറെ ദൂരെ നിന്ന് ഒളിച്ചിങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യം കണ്ടതും അടുത്ത ദിവസം തന്നെ കിം നേരെ ഒരു ടീച്ചറിനോട് അവിടെ നടന്ന കാര്യം, ആ ഒരു 3 പയ്യന്മാരെ പറ്റിയുള്ള കാര്യവും ആ ഒരു ടീച്ചറിനോട് പറയുന്നതും. ഇപ്പൊ ആ ഒരു 3 പയ്യന്മാരും കാര്യം അറിഞ്ഞിട്ട് വക്കീലിന്റെ മകൻ തന്നെയാണ് ഈ ഒരു കാര്യം ടീച്ചറിനോട് പറഞ്ഞത് എന്ന് പറഞ്ഞ അവനെ സ്വിമ്മിംഗ് പൂളിലിട്ട് മുക്കി കൊല്ലാനായിട്ട് ഇങ്ങനെ ശ്രമിക്കാണ്. വക്കീലിന്റെ മകനായാലും ഒരുപാട് കരഞ്ഞു പറയുന്നുണ്ട്, പ്ലീസ് എന്നെ വെറുതെ വിടുന്നല്ല. പക്ഷെ യുവമാര് കേൾക്കൂ. അപ്പോഴാണ് അതിൽ ഡോക്ടറിന്റെ മകനുണ്ടല്ലോ, അവൻ പറയുന്നത്, ഓക്കെ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം, പകരം ഞങ്ങൾ നിന്നെ ഏതൊക്കെ രീതിയിലാണ് ഉപദ്രവിച്ചത് അതുപോലെ തന്നെ നീ ആ ഒരു കിം എന്ന് പറഞ്ഞ പയ്യനുണ്ടല്ലോ അവനും ചെയ്യണം എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് അവരെ പേടിച്ച് നമ്മുടെ വക്കീലിന്റെ മകൻ കിം എന്ന് പറഞ്ഞ ആ ഒരു പയ്യനെ നല്ലതുപോലെ അടിക്കുന്നതും ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്ന ആ ഒരു കാര്യം ആ ഒരു ടീച്ചർ കണ്ടെന്ന് പറഞ്ഞല്ലോ ആ ഒരു കാര്യമില്ല സംഭവിക്കുന്നതും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വക്കീൽ മനസ്സിലാക്കുന്നതും വക്കീലിന് ഒരു കാര്യം മനസ്സിലായി, ആ ഒരു 3 പയ്യന്മാര് കിം എന്ന് പറഞ്ഞ ആ ഒരു പയ്യനെ മാത്രമല്ല ഉപദ്രവിച്ചിട്ടുള്ളത്, തന്റെ മകനെയും ഇതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ വക്കീൽ നേരെ ആ ഒരു ടീച്ചറിനെ കാണേണ്ടി ചെല്ലും. എന്നിട്ട് നടന്ന കാര്യമെല്ലാം ടീച്ചറിനോട് പറഞ്ഞിട്ട് തന്റെ മകൻ നിരപരാധിയാണെന്ന് പറയുമ്പോഴത്തേക്കും ടീച്ചർ പറയും, അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ കിം നിങ്ങളുടെ മകന്റെ പേരും ആ ഒരു ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് അവന് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നും പറഞ്ഞിട്ട് നമ്മുടെ വക്കീൽ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര കാര്യമാക്കുന്നില്ല. അതേസമയം ഇവിടെ ആ ഒരു ബാക്കി 3 പേരൻസ് ഉണ്ടല്ലോ, അവരെല്ലാവരും ഇപ്പൊ ഒരുമിച്ചിരുന്നിട്ട് ജിഹോ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് അവൾക്ക് കുറെ പണവും കൊടുത്ത് അവളോട് പറയാണ്, ഓക്കെ കോടതിയിൽ നീ ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ പറയണം എന്നെല്ലാം അവളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. അപ്പോഴേക്കും ആ ഒരു മുത്തശ്ശൻ കുറച്ച് വെയിറ്റ് ഇട്ടിട്ട് നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് ജിഹോ ആയാലോ പെട്ടെന്ന് എഴുന്നിട്ട്, അല്ല നിങ്ങൾ പറയുന്നതൊക്കെ അങ്ങനെ കേൾക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ അടിമ വല്ലതാണോ എന്ന് പറഞ്ഞിട്ട് അവള് പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോൾ ആ ഒരു മുത്തശ്ശി ജിഹോയെ സമാധാനിപ്പിക്കാൻ വേണ്ടി അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അങ്ങനെ സാധനം എടുക്കാനായിട്ട് ആ ഒരു മുത്തശ്ശി കടയ്ക്കകത്തേ കയറി പോകുന്ന ഗ്യാപ്പില് നമ്മുടെ വക്കീല് പെട്ടെന്ന് അവിടേക്ക് വന്ന് ജിഹോ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ അവളെയും പിടിച്ച് വക്കീലിന്റെ കാറിനകത്തേക്ക് കയറ്റി ആ ഡോർ അങ്ങ് ലോക്ക് ചെയ്യും. അപ്പൊ ഇത് കണ്ട ആ ഒരു മുത്തശ്ശിയായാലും പെട്ടെന്ന് കാറിന് വെളിയിലേക്ക് വന്നിട്ട് ഡോർ തുറക്കുന്നു പറഞ്ഞിങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ വക്കീല് ആ ഒരു പെണ്ണിനോട് പറയുന്നത്, സത്യം പറയും, നിനക്ക് തന്നെ അറിയാം എന്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന്, ആ ഒരു 3 പയ്യന്മാരാണ് തെറ്റ് ചെയ്തത്, പക്ഷെ നീ എന്തുകൊണ്ടാണ് ഇപ്പൊ അതെല്ലാം മാറ്റി പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു പെണ്ണ് ഒരു കാര്യം പറയുന്നത്,
അത് ഒട്ടും മനസാക്ഷിയില്ലാത്തൊരു കാര്യം. അവര് മൂന്നുപേരും എനിക്ക് ആവശ്യത്തിന് പണം തരുന്നുണ്ട്, ഇതല്ലാതെ എനിക്കെന്താ വേണം എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ വക്കീല് എത്രയൊക്കെ പറഞ്ഞു നോക്കിയിട്ടും അവൾ എന്തായാലും വഴങ്ങുന്ന ലക്ഷണമില്ല. അങ്ങനെ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ഡോക്ടർ, ബാക്കി പേരൻസ് ഉണ്ടല്ലോ, അവരെല്ലാവരും ഓടി ഇവിടേക്ക് വന്ന് ആ ഒരു പെണ്ണെ ഇറക്കി വിടാനായിട്ട് പറയുന്നതും നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പൊ എന്ത് തോന്നുന്ന അറിയത്തില്ല. പെട്ടെന്ന് തന്നെ ആ ഒരു ഡോർ തുറന്നു കൊടുത്ത് ജിഹോ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണായാലും വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. അപ്പോഴായാലും ബാക്കിയുള്ള പേരൻസ് പറയുന്നുണ്ട്, ഓ നീ ഇങ്ങനെ ചെയ്തല്ലേ, നിന്റെ മകന് തന്നെ പണി കിട്ടും എന്നെല്ലാം പറഞ്ഞിട്ട് അവർ പോകുമ്പോഴും നമ്മുടെ വക്കീല് ഒന്നും മിണ്ടാതെ ഇപ്പൊ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ കോടതിയിൽ ആ ഒരു കേസിനെ വരികയാണ്. അങ്ങനെ ആ ഒരു പേരൻസിന് വേണ്ടിയിട്ട് വാദിക്കുന്ന വക്കീലുണ്ടല്ലോ, അയാള് ജിഹോ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണെ വിളിച്ച് അവളോട് ചോദ്യം ചെയ്യുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത്, അതെ ഇതുപോലെ വക്കീലിന്റെ മകൻ തന്നെയാണ് ആ ഒരു പയ്യനെ അതുപോലെ ഉപദ്രവിച്ചത്, അതെല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു, അവൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഇതെല്ലാം കേട്ട് ദേഷ്യപ്പെട്ട നമ്മുടെ വക്കീലാണെങ്കിലോ പെട്ടെന്ന് എഴുന്നേറ്റ്, ഓ അങ്ങനെയല്ലേ കാര്യങ്ങള്, അപ്പൊ നീ പറഞ്ഞതൊന്നും കള്ളമല്ലല്ലോ, അതെ സത്യം തന്നെയാണ്, ഞാനെന്തിനാ ഇവിടെ കള്ളം പറയുന്നത് എന്നുള്ള രീതിയിൽ ആ ഒരു പെണ്ണ് അഭിനയിച്ചങ്ങനെ മറിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ വക്കീൽ ഒരു ഒന്നൊന്നര ടെസ്റ്റ് എല്ലാവർക്കും കൊടുക്കുന്നത്. കാരണം ഇന്നലെ ഈ ഒരു പെണ്ണുമായിട്ട് കാറിലിരുന്ന് സംസാരിച്ച ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ വക്കീല് ഫോണിൽ റെക്കോർഡ് ചെയ്തിരുന്നു. എന്നിട്ട് അതെടുത്തിപ്പോ കോടതിയിൽ കേൾപ്പിച്ച് കൊടുക്കുന്നതും എല്ലാവരും ഞെട്ടും. വേറെ ഒന്നുമല്ല, ഇവള് പറഞ്ഞതെല്ലാം കള്ളമാണ്, ആ ഒരു 3 പയ്യന്മാര് തന്നെയാണ് ഇതുപോലെ കിം എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ മരിക്കാൻ കാരണം എന്നുള്ള രീതിയിൽ ഇപ്പൊ കോടതിയും മനസ്സിലാക്കി. അതുകൊണ്ട് ഇവരുടെ കള്ളങ്ങളെല്ലാം പൊണിഞ്ഞു. ഇവളായാലും പണം വാങ്ങിയിട്ടാണ് ഇപ്പൊ മാറ്റി പറഞ്ഞതെന്നും എല്ലാവർക്കും മനസ്സിലായി. അതേപോലെ തന്നെ ആ ഒരു 3 പിള്ളേരും കിം എന്ന് പറഞ്ഞ ആ ഒരു പയ്യനെ മാത്രമല്ല എന്റെ മകനെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ആ ഒരു ഷോപ്പ് നടത്തുന്ന സ്ത്രീ ഉണ്ടല്ലോ, അവരെയും കോടതിയിലേക്ക് കൊണ്ടുവന്ന് അവരെ കൊണ്ട് സാക്ഷി പറഞ്ഞ് ഇപ്പൊ ആ ഒരു 3 പേരൻസിനും എന്ത് ചെയ്യണമെന്നില്ല അറിയത്തില്ല. അതുകൊണ്ട് എന്തായാലും വക്കീലിന്റെ മകനെ ഇപ്പോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ വെളിയിലേക്ക് വിട്ട് ബാക്കിയുള്ള 3 പയ്യന്മാരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിപ്പോ കാണിക്കുമ്പോഴത്തേക്കും കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. വക്കീലായാലും തന്റെ മകനെ സ്കൂളിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ അവനോടും കുഴപ്പമൊന്നുമില്ല, ഇനി നീ നല്ലതുപോലെ ജീവിച്ചാൽ മതി എന്നെല്ലാം പറഞ്ഞിട്ട് അവനെ സ്കൂളിലേക്ക് ഇറക്കി വിട്ട് നല്ല സന്തോഷത്തോടെ തന്നെ നമ്മുടെ വക്കീല് തിരിച്ച് കാറിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവന്റെ മകന്റെ കയ്യിലുള്ള ആ ഒരു ഡ്രോൺ ഉണ്ടല്ലോ അതിപ്പോഴും കാറിലിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഡ്രോൺ എടുത്തിട്ട് അത് കഴിഞ്ഞ് ആ ഒരു ഷോപ്പ് നടത്തുന്ന മുത്തശ്ശി ഉണ്ടല്ലോ അവരെ പോയി കണ്ടിട്ട് അവരോട് താങ്ക്സ് എല്ലാം പറയുന്നുണ്ട്. വേറെ ഒന്നല്ല, ഇവരും കൂടി സാക്ഷി പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ വക്കീലിന്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ അവനും പുറത്ത് വന്നിട്ടുള്ളത്. ആ ഒരു സമയത്താണ് അവിടേക്ക് സ്റ്റാർട്ടിങ്ങില് ആ ഒരു പുഴയിലൂടെ വള്ളം ഓടിച്ചുകൊണ്ട് പോയല്ലോ ഒരപ്പൂപ്പൻ. ആ ഒരു അപ്പൂപ്പൻ ഈ ഒരു ഷോപ്പിലേക്ക് വരുന്നു. സത്യത്തിൽ ഈ ഒരു അപ്പൂപ്പനാണല്ലോ നമ്മുടെ കിമ്മിന്റെ ശരീരം അവിടെ നിന്ന് കണ്ടുപിടിച്ചത്. അപ്പൊ ഈ ഒരു കാര്യം ഈ ഒരു മുത്തശ്ശിയോട് പറയുമ്പോഴത്തേക്കാണ് ഇത് നമ്മുടെ വക്കീൽ കേട്ടിട്ട്, അല്ല നിങ്ങളാണോ കിമ്മിന്റെ ശരീരം കണ്ടുപിടിച്ചേ, അങ്ങനെയാണെങ്കിലേ അന്ന് അവിടെ എന്താ സംഭവിച്ചേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു അപ്പൂപ്പനായാലും നടന്ന കാര്യം എന്താണെന്ന് ഇങ്ങനെ പറയുന്നത്. ഞാനിന്ന് മീൻ പിടിക്കാനായിട്ട് പുഴയിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് വെള്ളത്തിൽ എന്തോ ഒരു കാര്യം വീഴുന്ന ശബ്ദം, അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വള്ളവും കൊണ്ട് ആ ഒരു സ്ഥലത്തേക്ക് പോയത്. അതുമല്ല അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഒരു ഡ്രോൺ പോലെ എന്തോ ഒരു കാര്യം ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. അതുമല്ല മലയുടെ മുകളിലായിട്ട് മറ്റൊരു പയ്യനെ ഞാൻ കണ്ടു. പക്ഷെ ആ ഒരു പയ്യൻ ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇത് കേട്ട നമ്മുടെ വക്കീലാണെങ്കിലോ പതിയെ പതിയെ ഷോക്ക് ആവാൻ തുടങ്ങാണ്. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആകെ ടെൻഷനായി പോയി. അങ്ങനെ വക്കീലായാലും ഓടിച്ചെന്നിട്ട് തന്റെ കാറിലേക്ക് കയറി അതിനകത്തിരിക്കുന്ന ആ ഒരു ഡ്രോൺ ഉണ്ടല്ലോ ആ ഒരു ഡ്രോണിൽ നിന്നും അതിന്റെ മെമ്മറി കാർഡ് അങ്ങനെ ഊരിയിട്ട് തന്റെ വണ്ടിയിലിട്ട് അത് പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് ആഹാ ഒരു ഒന്നൊന്നര ട്വിസ്റ്റ്. സത്യത്തിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാല് കിം എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ തന്റെ ഹോസ്റ്റലിൽ വിട്ട് വെളിയിലേക്ക് പോകുന്ന ഒരു കാര്യം നമ്മൾ നേരത്തെ കണ്ടിരുന്നല്ലോ, വക്കീലിന്റെ മകനായാലും കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ ഫോളോ ചെയ്ത് കിം എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ ഈ ഒരു ഡ്രോൺ അവന്റെ പുറകെ തന്നെ കൊണ്ടുപോയിരുന്നു. അങ്ങനെ അവസാനം കിം എന്ന് പറഞ്ഞ ആ ഒരു പയ്യനായാലും സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ആ ഒരു മലയുടെ മുകളിലേക്ക് പോകുന്നതും ഇത് വക്കീലിന്റെ മകൻ കണ്ട് ഓടിച്ചെന്ന് അവനെ തടഞ്ഞിട്ട് ബീരുവിനെ പോലെ ഇതുപോലെ മരിക്കാനായിട്ട് പോകുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു കിം ആണെങ്കിലോ, അപ്പൊ നീ ചെയ്തതെന്താ, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, എന്നിട്ട് ആ ഒരു 3 പയ്യന്മാരെ പേടിച്ച് നീ എന്നോട് കാണിച്ചതെന്താ, അതുകൊണ്ട് നീയാണ് ബീരു എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇവർ രണ്ടുപേരും നല്ലതുപോലെ വഴക്കുണ്ടാകും. അത് കാരണം നമ്മുടെ വക്കീലിന്റെ മകനുണ്ടല്ലോ അവനായാലും ദേഷ്യം കാരണം കിമ്മിന്റെ കഴുത്ത് പിടിച്ച് അങ്ങനെ ഞെരിക്കുന്നുണ്ട്. അങ്ങനെ ഞെരിക്കുമ്പോഴത്തേക്കാണെങ്കിലോ കിം എന്ന് പറഞ്ഞ പയ്യൻ അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ ആ ഒരു പയ്യൻ അപ്പൊ തന്നെ മരിച്ചില്ലായിരുന്നു, പക്ഷെ മരിച്ചെന്ന് വിശ്വസിച്ച് ആരെങ്കിലും ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് നമ്മുടെ വക്കീലിന്റെ മകൻ അവനെ ആ ഒരു മലയുടെ മുകളിൽ നിന്നും വെള്ളത്തിലേക്ക് തള്ളിവിടുമായിരുന്നു. അപ്പൊ സത്യത്തില് കിം എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ മരിക്കാൻ കാരണം ആ ഒരു 3 പയ്യന്മാരല്ല, അത് നമ്മുടെ വക്കീലിന്റെ മകൻ തന്നെയാണ്. ഇതും കൂടി കാണുന്നതും വക്കീലും നല്ലതുപോലെ ഇരുന്ന് കരയുന്നുണ്ട്. കാരണം ഇത്രയും കാലം തന്റെ മകനാണ് നല്ലത് എന്ന് വിശ്വസിച്ചിരുന്ന അവനാണ് ഈ ഒരു തെറ്റുകളെല്ലാം ചെയ്തെന്നറിഞ്ഞപ്പോഴത്തേക്കും വക്കീലിനെ കൊണ്ട് അത് സഹിക്കാൻ കഴിയുന്നില്ല. അതുമല്ല ഇപ്പോഴാണെങ്കിലോ അവനെ വെളിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇത് വെളിയിൽ അറിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വക്കീലിന്റെ അവസ്ഥ, അവന്റെ മകന്റെ ഭാവി എന്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം വേറെ ആരും അറിയണ്ട. എന്തൊക്കെയായാലും അവരുടെ മക്കള് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാല് അവരെ രക്ഷിക്കണമെന്നുള്ളത് എല്ലാ മാതാപിതാക്കളും ചെയ്യുന്നൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ വക്കീൽ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു ഡ്രോൺ ആർക്കും കിട്ടാതിരിക്കാൻ വേണ്ടി ആ ഒരു മലയുടെ മുകളിൽ നിന്നും ഒരു ഒറ്റയേറ്. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇപ്പൊ ഇനി നിങ്ങൾ പറ, നമ്മുടെ വക്കീൽ ചെയ്തത് ശരിയാണോ തെറ്റാണോ?
അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.